കോഴിക്കോട് മലാപ്പറമ്പിലെ അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ച് നടന്ന പെൺവാണിഭ കേസിൽ പ്രതികളായ പോലീസുകാർ ഉൾപ്പെടെ 3 പേർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കും. കോഴിക്കോട് കൺട്രോൾ റൂമിലെ ഡ്രൈവർമാരായിരുന്ന ഷൈജിത്ത്, സനിത്ത്, പെൺവാണിഭ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരനായ അമനീഷ് കുമാർ എന്നിവർക്കെതിരെയാണ് നടക്കാവ് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കുക. കേസിൽ പ്രതി ചേർക്കപ്പെട്ട പോലീസുകാരുടെ അക്കൗണ്ടുകളിലേക്ക് 1-ാം പ്രതി ബിന്ദുവിന്റെ അക്കൗണ്ടിൽ നിന്നും ലക്ഷങ്ങൾ എത്തിയിരുന്നതായി കണ്ടെത്തിയിരുന്നു. സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട ഇരുവരെയും അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം പോലീസ് ആരംഭിച്ചതോടെയാണ് 2 പോലീസുകാരും ഒളിവിൽ പോയത്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ വീണ്ടും ചേരുന്നുണ്ട്. അനീഷ്, ഈ മലാപ്പറമ്പ് പെൺവാണിഭ ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ പോലീസുകാരുടെ പങ്ക് കൃത്യമായും പുറത്തു വന്നു. അതിനുശേഷം അവർക്കെതിരെ അവരെ പ്രതി ചേർത്തു, സസ്പെൻഡ് ചെയ്തു. നിലവിൽ 2 പേരും ഒളിവിലാണ്. ഇവർ നാടുവിടാനുള്ള സാധ്യതയുണ്ടോ? പോലീസ് പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് നടക്കുന്നത്? ടോം, ഏതാണ്ട് ഒരാഴ്ച മുമ്പാണ് മലാപ്പറമ്പിലെ അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ച് നടത്തിയ പെൺവാണിഭ സംഘ കേന്ദ്രത്തിൽ പോലീസ് റെയ്ഡ് നടത്തുന്നതിൽ 9 പേരന്ന് പോലീസിന്റെ കസ്റ്റഡിയിലായവരിൽ ഈ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരിയായ ബിന്ദു അടക്കമുള്ളവർ ഉണ്ടായിരുന്നു. ചില ഇടപാടുകാരെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഒപ്പം അവിടെ ഈ പലയിടങ്ങളിൽ നിന്നായി എത്തിച്ച പെൺകുട്ടികളും അവിടെ ഉണ്ടായിരുന്നു. ഇവരിൽ നിന്നൊക്കെ മൊഴി ശേഖരിക്കുകയും ചെയ്തു. പ്രതിദിന കൂലി വാഗ്ദാനം ചെയ്താണ് ഇവരെ പലരെയും ഈ പെൺവാണിഭ കേന്ദ്രത്തിലേക്ക് എത്തിക്കുകയും ഇടപാടുകാർക്ക് കാഴ്ചവെക്കുകയും ചെയ്തിരുന്നത്. എന്തായാലും ഇതിൻ്റെ പിന്നിൽ വിശദമായ ഒരു റാക്കറ്റ് തന്നെ ഉണ്ട് എന്ന ഒരു സംശയം പോലീസിനുണ്ടായിരുന്നു. പിന്നീട് ഈ ബിന്ദുവിനെയും മറ്റ് ഇടപാടുകാരെയും ഈ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളെയും ഒക്കെ ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെ പുറത്തു വന്നിരുന്നു. ആരാണോ ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഒരു ജില്ലയിൽ, ഒരു പ്രദേശത്ത് നേരിടേണ്ടത്, അത്തരത്തിൽ നേരിടുന്നതിന് മുന്നിൽ നിൽക്കേണ്ട ആളുകൾ തന്നെയാണ് ഈ അനാശാസ്യ കേന്ദ്രത്തിൻ്റെ നടത്തിപ്പുകാരെന്ന ഞെട്ടിക്കുന്ന വിവരമാണ് പോലീസിന് ലഭിച്ചത്. ഇതിൽ ബിന്ദുവിൻ്റെ അക്കൗണ്ടിൽ നിന്നും പല തരത്തിലുള്ള ട്രാൻസാക്ഷനുകൾ ഈ പോലീസുകാരായിരുന്ന അല്ലെങ്കിൽ ഈ പോലീസ് ഡ്രൈവർമാരായിരുന്ന ഈ 2 പേരുടെയും അക്കൗണ്ടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പോലീസ് കണ്ടെത്തു. ഷൈജിത്ത്, സനിത്ത് എന്നിവരാണ് കൺട്രോൾ റൂമിലെ ഡ്രൈവർമാരായിരുന്നു. ഇവരുടെ അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങളുടെ ഇടപാടുകൾ നടന്നുവെന്നും പോലീസ് കണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് ഒരു ദിവസം 1 ലക്ഷം രൂപയുടെ അടുത്ത് വരുമാനം ഈ അനാശാസ്യ കേന്ദ്രത്തിൽ നിന്നും അല്ലെങ്കിൽ പെൺവാണിഭ കേന്ദ്രത്തിൽ നിന്നും ഉണ്ടായി. ഈ പണത്തിൻ്റെ ഒരു ചെറിയ പങ്ക് ഒഴിച്ച് ബാക്കിയുള്ള പണം മുഴുവനായി ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ അക്കൗണ്ടിലേക്ക് പോയിരുന്നു എന്നാണ് കണ്ടെത്തിയിരുന്നത്. ഒപ്പം ഓരോ ദിവസവും ഈ ഉദ്യോഗസ്ഥർ കൃത്യമായി തന്നെ ഈ അപ്പാർട്ട്മെൻറ്റിൽ എത്തുകയും കാര്യങ്ങൾ നോക്കി വിലയിരുത്തി മടങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നതെന്നും കണ്ടെത്തി. എന്തായാലും ശക്തമായ തെളിവുകൾ വന്ന സാഹചര്യത്തിൽ, അതായത് ബിന്ദുവും ഈ പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടുള്ള സംഭാഷണങ്ങൾ, ചാറ്റുകൾ, ഒപ്പം ഇവരുടെ അക്കൗണ്ടിൽ നിന്നും ഉദ്യോഗസ്ഥരുടെ അക്കൗണ്ടിലേക്ക് ഒഴുകുന്ന പണത്തിൻ്റെ തോത് എന്നിവയൊക്കെ കണ്ടപ്പോൾ തന്നെ പോലീസിന് മനസ്സിലായി ഈ കേന്ദ്രത്തിൻ്റെ പ്രധാന ചുമതലക്കാർ അല്ലെങ്കിൽ ഇതിൻ്റെ ഉടമസ്ഥരായി പ്രവർത്തിക്കുന്നവർ ഈ പോലീസുകാരാണ് എന്ന്. ഇതിനെ തുടർന്ന് ഇവരെ സർവീസിൽ നിന്നും അടിയന്തരമായി സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിറക്കി. തൊട്ടു പിന്നാലെ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവുമായി പോലീസ് മുന്നോട്ട് പോവുകയും ചെയ്തു. എന്തായാലും അറസ്റ്റ് ഉണ്ടാവും എന്ന് അറിഞ്ഞതോടുകൂടി 2 പേരും സ്ഥലത്തു നിന്നും മാറിയിരിക്കുന്നു. അവർ ഇപ്പോൾ ഒളിവിലാണ് എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. മുൻകൂർ ജാമ്യത്തിനടക്കമുള്ള ശ്രമങ്ങൾ പ്രതികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നുണ്ട്. പോലീസുകാരാണ്, അതുകൊണ്ട് എത്തരത്തിലാണ് പോലീസിൻ്റെ അന്വേഷണം ഉണ്ടാവുന്നത്, ഏതൊക്കെ തലങ്ങളിൽ അന്വേഷിക്കും എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു വിവരം ഈ പ്രതികൾക്കുണ്ട്. അതുകൊണ്ട് കൃത്യമായ ഒരു അകലം പാലിച്ച് ഒളിവിൽ പോയിരിക്കുന്ന ഇതിനു മുൻപ് കോഴിക്കോട് നഗരത്തിൽ തന്നെ മറ്റൊരു പെൺവാണിഭ കേന്ദ്രത്തിൽ റെയ്ഡ് നടത്തിയതിന് പിന്നാലെയാണ് ഈ നടത്തിപ്പുകാരിയും ബിന്ദുവും ഈ പോലീസുകാരും തമ്മിൽ, പോലീസ് ഡ്രൈവർമാരും തമ്മിൽ അടുപ്പത്തിലാകുന്നത്. പിന്നീട് അവർ പതിവായി ഈ മലാപ്പറമ്പിലെ പെൺവാണിഭ കേന്ദ്രത്തിലെത്തുന്നു. ഇവരെ കൂടാതെ കൂടുതൽ ഉന്നതർക്ക് ഈ കേസിൽ പങ്കുണ്ടാകുമോ? ഈ പെൺവാണിഭ കേന്ദ്രത്തിൽ സ്ഥിരം സന്ദർശകരായിട്ടുള്ള വ്യക്തികളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ അന്വേഷണ സംഘത്തിന്? അനീഷ്,
ടോമ, അങ്ങനൊരു വിവരത്തെക്കുറിച്ച് ഇപ്പോൾ പോലീസ് കൃത്യമായ വിവരം പറയുന്നില്ല. കാരണം ഈ രണ്ട് ഉദ്യോഗസ്ഥരെ പിടികൂടി അവരിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ചാലാവും അത്തരത്തിലുള്ള മറ്റു ബന്ധങ്ങളിലേക്ക് പോവുക എന്ന വിശദീകരണമാണ് നൽകുന്നത്. എന്തായാലും ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം കൗതുകരമായ, അല്ലെങ്കിൽ ഒരു പോലീസുകാർ ഒരിക്കലും സഞ്ചരിക്കരുതാത്ത വഴിയിൽ കൂടെ തന്നെയാണ് ഈ രണ്ട് പോലീസുകാരും സഞ്ചരിച്ചത്. 2023 ഈ ബിന്ദു എന്ന സ്ത്രീയുമായി ഈ പോലീസുകാർ ഇടപെടുന്നത്. ഇതുപോലെ തന്നെ സമാനമായ രീതിയിലുള്ള മറ്റൊരു പെൺവാണിഭ കേന്ദ്രവുമായി ബന്ധപ്പെട്ട കേസായിരുന്നു അത്. അങ്ങനെ അന്ന് പരിചയപ്പെട്ട ശേഷം ഇവർ തമ്മിൽ ബന്ധം പുതുക്കുകയും സ്വന്തമായി ഇത്തരത്തിലൊരു പെൺവാണിഭ കേന്ദ്രം തുടങ്ങാൻ തന്നെ ഈ പോലീസുകാർ നീക്കം ആരംഭിക്കുകയും അത് തുടങ്ങുകയുമായിരുന്നു. അതിനായി അപ്പാർട്ട്മെൻറ്റ് വാടകയ്ക്കെടുക്കുകയും മറ്റു സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. പക്ഷേ നേരത്തെ മെഡിക്കൽ കോളേജ് സ്റ്റേഷൻ്റെ പരിധിയിലായിരുന്നു ഇത്തരത്തിൽ ഇവരുടെ ഒരു കേന്ദ്രം പ്രവർത്തിച്ചിരുന്നതെന്ന് മനസ്സിലാവുന്നു. പക്ഷേ അവിടെ CI മാറിയപ്പോൾ, അല്ലെങ്കിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ മാറ്റമുണ്ടായപ്പോൾ അവിടെ ഇനി തുടരുന്നത് പന്തിയല്ല എന്ന് കണ്ടാണ് ഈ മലാപ്പറമ്പിൽ നഗരപരിധിയിലേക്ക് ഇവരുടെ ഈ അനാശാസ്യ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം മാറ്റിയത് എന്ന വിവരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും പോലീസുകാരാണ് ഇതിൻ്റെ പിന്നണിയിൽ ഉള്ളത് എന്നതുകൊണ്ട് തന്നെ കാര്യമായ ഒരു ശല്യം ഉണ്ടാവില്ല എന്നിവർ ധരിച്ചിരുന്നു. ഈ റെയ്ഡ് മറ്റു വിവരങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൂചനകൾ ലഭിച്ചാൽ കൃത്യമായും അതിൽ നിന്നും വിവരങ്ങൾ അറിഞ്ഞ് രക്ഷപ്പെടാൻ കഴിയുമെന്നൊക്കെ ഈ ഉദ്യോഗസ്ഥർ ധരിക്കുകയും ചെയ്തു. പക്ഷേ അവരുടെ നിയന്ത്രണത്തിൽ കാര്യങ്ങൾ നിന്നില്ല. അതിനപ്പുറത്തുള്ള തലങ്ങളിലേക്ക് അന്വേഷണം വ്യാപിച്ചു. ഈ ബിന്ദുവിനെ പിടികൂടിയതോടുകൂടി, ബിന്ദുവിൽ നിന്നുള്ള വിവരങ്ങൾ ലഭിച്ചതോടുകൂടി ഇവരുടെ പങ്കിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിച്ചു. നമുക്കറിയാം, പരിമിതമായ ശമ്പളം ലഭിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരാണ്. പക്ഷേ രണ്ടുപേരുടെയും ബാങ്ക് അക്കൗണ്ടിൽ ലക്ഷങ്ങളുടെ ബാങ്ക് ബാലൻസ് ഉണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ഒപ്പം ഇവർ ഈ സ്ഥലത്തിലോ മറ്റ് സ്ഥാപന ജംഗമത്തിലോ ഒക്കെ ഈ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. എന്തായാലും ഇവരുടെ വീടുകളിലടക്കം പോയി ബന്ധുക്കളുമായും മറ്റുമൊക്കെ സംസാരിക്കുകയും അവരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. എന്തായാലും വലിയ ആഡംബര രീതിയിലുള്ള ജീവിതം തന്നെയാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഈ പ്രതികൾ നയിച്ചിരുന്നത് എന്ന കാര്യത്തെക്കുറിച്ചൊരു കൃത്യത കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൈവശം ഒരുപാട് പണമുണ്ട്. ആ പണത്തിന്റെ എല്ലാ സാധ്യതകളും ഈ സമീപകാലത്ത് പോലീസുകാർക്കെതിരെ സമാനമായ നിരവധി ആരോപണങ്ങൾ, അല്ലെങ്കിൽ പോലീസുകാർ പ്രതി ചേർക്കപ്പെട്ട നിരവധി കേസുകളൊക്കെ പിന്നീട് ഈ അടുത്തിടെ പുറത്തു വന്നിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ 2023 മുതൽ കഴിഞ്ഞ 2 വർഷമായി ഇവർ ഈ പെൺവാണിഭ സംഘങ്ങളുമായി ഇടപെട്ടിരുന്നു. ഇവർക്ക് കഴിഞ്ഞ കുറേ നാളുകളായും മലാപ്പറമ്പിലെ പെൺവാണിഭ കേന്ദ്രവുമായി ഇടപാടുണ്ടായിരുന്നു. ഇതേക്കുറിച്ചൊന്നും ഈ രഹസ്യാന്വേഷണ വിഭാഗത്തിന് പോലും, അല്ലെങ്കിൽ നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ചിന് പോലും യാതൊരു സൂചനയും ലഭിച്ചിരുന്നില്ലേ? എങ്ങനെയാണ് ഈ പെൺവാണിഭ കേന്ദ്രത്തിലേക്ക് അന്വേഷണം എത്തിയത്? ഈ 2 പോലീസുകാർക്കും ഇതിൽ പങ്കുണ്ടെന്ന് വ്യക്തമായത് അനീഷ്. പോലീസുകാരായിരുന്നു ഇതിൻ്റെ നടത്തിപ്പുകാരെന്നതിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങളില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ നമുക്കത് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല. കാരണം ഈ പോലീസ് സേനയിൽ തന്നെ മറ്റുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ഇവരോട് ഒപ്പം അടുത്ത് നിൽക്കുന്ന മറ്റുദ്യോഗസ്ഥർക്കൊക്കെ ഈ ഒരു കേന്ദ്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒരു പക്ഷേ ലഭിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് പുറത്തിപ്പോൾ ഇങ്ങനെ ഒരു കൃത്യമായ പോലീസുകാരാണ് ഇതിന് പിന്നിൽ എന്ന വിവരം ലഭിച്ച ശേഷമല്ല തങ്ങൾ ഈ റെയ്ഡിന് പോയത് എന്ന വിവരമാണ് നൽകുന്നത്. ചില രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പരിശോധന നടത്തിയത്. ഈ അപ്പാർട്ട്മെൻറ്റ്, മലാപ്പറമ്പിലെ അപ്പാർട്ട്മെൻറ്റിൽ അസമയത്തും മറ്റുമൊക്കെ ഒരുപാട് ആളുകൾ വല്ലാതെ വന്നു പോകുന്നു. അത് അവരെക്കുറിച്ച് നാട്ടുകാർ, അല്ലെങ്കിൽ ഈ അപ്പാർട്ട്മെൻറ്റിൽ തന്നെയുള്ള അടുത്ത് താമസിക്കുന്ന ആളുകൾ ചോദിക്കുമ്പോൾ അത് ആരോഗ്യപരമായ ആവശ്യങ്ങൾക്കായി, അല്ലെങ്കിൽ ചികിത്സാ സംബന്ധമായ കാര്യങ്ങൾക്കായി എത്തുന്ന ആളുകളാണ് എന്നുള്ള വിശദീകരണമൊക്കെയാണ് നൽകിയത്. പക്ഷേ ആ വിശദീകരണം കൊണ്ടൊന്നും പലപ്പോഴും ആളുകൾ തൃപ്തരാവുന്നില്ല. കാരണം ആ സമയത്തും ഈ ഒട്ടും പരിചിതമല്ലാത്ത സമയത്തും അപരിചിതരായ ആളുകളുമൊക്കെ ഒരുപാട് അവിടെ വന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നാട്ടുകാർ തന്നെ ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉടമയോട് പരാതി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായും. ഒരു തവണ വന്ന് ഉടമ അയച്ചയാൾ വന്ന് ഈ കാര്യങ്ങൾ പരിശോധിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. എന്തായാലും അതിൻ്റെ ഒരു തുടർച്ച എന്നവണ്ണമാണ് പോലീസിന് ഈ വിവരങ്ങൾ ലഭിക്കുകയും പോലീസ് ഈ മലാപ്പറമ്പിലെ അപ്പാർട്ട്മെൻറ്റിലെത്തി പരിശോധന നടത്തുകയും ചെയ്തു. എന്തായാലും ആ പരിശോധനയ്ക്ക് കുറച്ച് ദിവസങ്ങളായി ഈ ഒരു റഡാറിൻ്റെ, അല്ലെങ്കിൽ ഒരു നിരീക്ഷണത്തിൻ്റെ കീഴിലായിരുന്നു ഈ അനാശാസ്യ കേന്ദ്രം ഉള്ളത് എന്നത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും ഇത്തരത്തിൽ ഈ ബിന്ദുവിനെയും മറ്റ് കൂട്ടാളികളെയും ഒപ്പം ഇടപാടുകാരെയും ഒക്കെ അറസ്റ്റ് ചെയ്തപ്പോൾ അവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പ്രതികളായ പോലീസുകാരിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. കേവലം ഈ തെളിവിന്, അല്ലെങ്കിൽ ഇവരുടെ മൊഴിക്കപ്പുറം കൃത്യമായ വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് മലാപ്പറമ്പിലെ പെൺവാണിഭ കേന്ദ്ര
നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പ്രതി ചേർക്കപ്പെട്ട 2 പോലീസുകാർക്കെതിരെ ഉൾപ്പെടെ 3 പേർക്കെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട്.